Do fim de semana. De semana. De semana. Hoje de Tabacossa. വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഡെയിലി ഗെയിമിൽ നമുക്ക് സെർജീനോടൊരു കാർഡ് കിട്ടി. ഒരു ഡബിൾ ബൂസ്റ്റർ സെർജീനോടെ കാർഡ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഡെയിലി ബോക്സിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിനൊരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. സെർജിയുടെ കാർഡ് നോക്കാനാണെങ്കിൽ ഈ ആളൊരു ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. ഓക്കെ, മാക്സിമം ക്രോസ് ഇട്ടാണ് നമ്മൾ ശ്രമിക്കണത്. ഒരു RMF ആണ്. ഓക്കെ, ഈ RMF എൻ്റെ ഫോർമേഷനിൽ RMF സൂട്ടാവില്ല. എന്നാൽ കൂടി ഞാൻ ഒരു RMF ഇട്ടിട്ട് ഒരു ഓൺലൈൻ മാച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഇംപ്രഷൻ ഗെയിം പ്ലേ കളിക്കാൻ പോണത് ഡിവിഷൻ മാച്ചിലാണ്, സാധാ ഓൺലൈൻ മാച്ചല്ല, ഡിവിഷൻ മാച്ചിലാണ്. അപ്പോൾ നേരെ നമുക്ക് ഡിവിഷനിലോട്ട് പോകും. ഓക്കെ, ഒരു വോയിസ് ഓവറായിട്ട് വന്നേക്കാണ്, വേറെ കാര്യമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് സെർജിനെ വെച്ചൊരു LMF ഇട്ട് കളിപ്പിച്ചത്. അപ്പോൾ LMF ഇട്ടാണെങ്കിൽ വലിയ ഗുമൊന്നുമില്ല, ഗെയിം പ്ലേ മനസ്സിലാവും. സെക്കൻഡ് ഹാഫ് പക്ഷേ ഞാൻ പൊളിച്ച് മാറ്റി ഒന്ന് കളിപ്പിച്ചു, അപ്പോൾ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗെയിം പ്ലേ കണ്ടിട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് മാച്ചിലോട്ട് ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഫസ്റ്റ് ഇംപ്രഷൻ നടക്കുമെന്ന്. കാരണം ഓപ്പോണൻറ്റ് ഇജാതി സ്കോഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്കോഡ്. ഓക്കെ, നമ്മൾ മാക്സിമം ജയിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാൻ ശ്രമിക്കും. ഓക്കെ, എപ്പോഴും സെർജിനോയുടെ കയ്യിൽ പന്ത് കൊടുത്ത് നമ്മൾ തോക്കും, ഉറപ്പായിട്ടും തോക്കും. അത് കാരണം ഞാൻ അധികം സെർജിനോയിലോട്ട് പോകുന്നില്ല. സെർജിന് നമുക്ക് RMF ഇടാം. ഓക്കെ, ആളൊരു RMF ആണല്ലോ, അപ്പോൾ RMF കയറുന്ന എങ്ങനെ കളിക്കണമെന്ന് നമുക്ക് നോക്കാം. മാക്സിമം സെർജിനോ വഴി ക്രോസ് ഇട്ട് ഓടിക്കാൻ നോക്കും. ഓക്കെ, പക്ഷെ എന്നാൽ കൂടിയും സെർജിയോയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മാച്ച് നോക്കും. ഡിവിഷൻ 2 ആണ്. ഓപ്പോണൻ്റ് നിങ്ങൾ കണ്ടല്ലോ, അജായി സ്കോഡ്. അപ്പോൾ നേരെ നമുക്ക് മാച്ചിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൾ സാബിയറൻസ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം പിടിച്ച് നിൽക്കാൻ നോക്കും. എപ്പോഴും സെർജിനോയുടെ കയ്യിലോട്ട് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് മുതലൊന്നും തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ മാക്സിമം സെർജിനോയുടെ കയ്യിൽ പന്ത് കൊടുക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് തന്നെ എൻ്റെ മോനെ ഹളിയ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാക്സിമം പിടിച്ച് നിൽക്കാൻ നോക്കും. കാരണം ആളതിൻ്റെ സ്കോഡ് മാതിരി സ്കോഡാണ്, കൊണാമി അവനെ ജയിപ്പിക്കാൻ നോക്കുള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും തുടങ്ങിയിട്ടുണ്ട്. സെർജിനോട് കൊടുക്കാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, ആളൊരു LMF ആയതുകൊണ്ട് ക്രോസ് ഇടാം. ഓക്കെ, ഒഡ് കയറണ്ട, കയറും അവിടെ ഇല്ല, കയറാമല്ല. ഓക്കെ, ക്രോസ് ഇടാം, ഡ്രോപ്പ് ഇല്ല. കോർണർ കിട്ടിയുണ്ട്. ഓക്കെ, നമുക്കൊരു കോർണർ അടിച്ച് കയറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒടുവിനെ വെച്ചാണ് എടുക്കണത്. ഓക്കെ, അന്നേരം അടിക്കാൻ പറ്റുമോ നോക്കാം. റൂമി എൻ്റെ മോൻ സ്ക്രിപ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ് തട്ടിപ്പോയി, സ്ക്രിപ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൊള്ളാം. ഓക്കെ, അവൻ്റെ മൈക്കിൾ എടുക്കുന്നുണ്ട്. ഓക്കെ, മൈക്കിൾ കന്നവാരോ 2. ഓക്കെ, നമ്മൾ സെർജിനോയുടെ കാര്യം മറന്നുപോയി. ഓക്കെ, എന്തായാലും സെർജിനോ പന്ത് കൊടുക്കാൻ നോക്കാം. ഓക്കെ, ചുമനി എൻ്റെ മോനെ കിട്ടി. ഇല്ല, കണ്ടേ നെയ്മർ ടു റൂമി നെയ്മർ ടു ഒഡു കൊടുത്ത് നോക്കാം, കയറാൻ പറ്റുമോ നെയ്മർ. നെയ്മർ കറക്റ്റ് അടിച്ച് നോക്കാം നമുക്ക്. നെയ്മർ ഇല്ല, കയറത്തില്ല, സമ്മതിക്കണില്ല. അപ്പോൾ സുവാരസ് എൻ്റെ മോനെ വിഷയം ഉണ്ടായിരുന്നു. ഓക്കെ, ഇല്ല, കോട്ട് എടുത്തുണ്ട്. ഓക്കെ, കോട്ടുക ടു റൂമി. ഓക്കെ, റൂമി ടു ഇല്ല, കിട്ടിയില്ല. ഓക്കെ, സ്കോൾസ് സുവാരസ് എൻ്റെ കിട്ടിയത്. കാണ്ടേ സെർജിനോട് കൊടുത്തു നോക്കാം. ഓക്കെ, ടോണി എൻ്റെ അമ്മോ, നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി അറ്റാക്കാണ്. അവൻ്റെ കോർണറാണ്. ഓക്കെ, കോർണർ വരുമ്പോൾ വിഷയമായിരിക്കും. അവൻ്റെ നല്ലോണം ഹെഡ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, മെസ്സി ടോണി. ഓക്കെ, ടോണി എടുത്ത നെയ്മർ. ഓക്കെ, നെയ്മർ ഷോട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെയ്മർ ടു സെർജിനോ കൊടുത്തു നോക്കാം. ഓക്കെ, സെർജിനോ സ്പീഡ് വെച്ച് കത്തി കയറോ. ഓക്കെ, കയറിയിട്ടുണ്ടോ ഇല്ല. ഓക്കെ, ഡ്രോഗ് ബൈ കൊടുത്താൽ. ഓക്കെ, ഡ്രോഗ് ബൈ കിട്ടിയില്ല. സ്നൈഡർ, മെസ്സി. ഓക്കെ, സെർജിനോ കിട്ടിയില്ല. ടോണി എടുക്കണം മുത്ത. ചൗമനി. ഓക്കെ, ചൗമനി എടുത്തിട്ടുണ്ട്. നെയ്മർ ടു സെർജിനോ കൊടുക്കാം. സെർജിനോ കയറോ ഇല്ല, കയറത്തില്ല. ഓക്കെ, ഡിസോൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെർജിനോ അത്യാവശ്യം റൺ എടുക്കണം കേട്ടോ. LMF ആണെങ്കിലും അത്യാവശ്യം റൺ എടുക്കുന്നുണ്ട് എങ്കിലും കേട്ടോ. ഓക്കെ, കോസ്ട്രാക്കട്ട് 22 കോസ്ട്രാക്കട്ട്. ഓക്കെ,
നമുക്ക് സ്ക്രിപ്റ്റിങ് ഞാൻ പറഞ്ഞില്ല, സ്ക്രിപ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് വേണം. ഓക്കെ, അവൻ്റെ തുടങ്ങിയ ഡിസോൺ ഏതാ പ്ലെയർ എനിക്ക് കറക്റ്റ് അറിയാലോ ഡിസോൺ ഏതാന്ന്. ഓക്കെ, ടോണി സർജിനോ എടുക്കും. ഓക്കെ, എടുത്തുകൊണ്ട് ടു സർജിനൊക്കെ വെച്ചേക്കാം, ഡ്രോഗ്ബയൊക്കെ വെച്ചേക്കാം, വീണ്ടും സർജിനൊക്കെ വെച്ചേക്കാം. ഒരു ക്രോസ് ഇടാൻ നല്ല ചാൻസ് ഇട്ടുണ്ട്. കന്നവാറ് സമ്മതിക്കണില്ല പന്നിയൊക്കെ. ഫസ്റ്റ് ഇമ്പ്രഷൻ ചെയ്യുന്നപ്പോൾ ഇമ്മാതിരി സ്ക്വാഡും വന്ന് അത് ഡിവിഷൻ 2-ൽ. ഓക്കെ, അടിക്കാം. ഓക്കെ, ഒഡു. ഓക്കെ, നെയ്മർ ടു ചൗമനി ടു നെയ്മർ ടു ഒഡു. ഓക്കെ, കിട്ടിയില്ല. കോസ്ട്രാ കട്ട് എടുത്തുണ്ട്. അവൻ്റെ ഉണ്ട് കോസ്ട്രാ കട്ട്. അവനൊക്കെ എന്തിനു കോസ്ട്രാ കട്ട? ഓക്കെ, സ്കോൾസ് അടിക്കോ? ഇല്ല. ഡ്രോഗ്ബ, സെർജിനോ നല്ല റൺ എടുക്കണ്ട കളിയെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൊസിഷൻ ട്രെയിൻ ഒരു വിങ്ങിലോട്ട് ഒരു ലെഫ്റ്റ് വിങ് ആക്കി കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്ത് അത് നല്ലോണം റൺ എടുക്കുകയും ചെയ്യും. ക്രോസിങ്ങിന് പറ്റിയ സ്കില്ലും ഉണ്ട്. ഓക്കെ, ഡേവിഡ് വില്ല, സുവാരസ്. ഓക്കെ, നെയ്മർ ടു റൂമി ടു. ഓക്കെ, കിട്ടിയില്ല. കന്നവാരോ, സുവാരസ്. എന്താണ് മെസ്സി എൻ്റെ മോനെ ഫസ്റ്റ് പോസ്റ്റ് തട്ടിപ്പോയ സാധനം മെസ്സിയിലോട്ട് തന്നെ വന്നു. എന്ത് പറയാൻ പറ്റും? ഡിഫൻസൊക്കെ അട്ടപ്പടലം പൊട്ടിയെന്ന് തന്നെ പറയാം. നമ്മൾ മാക്സിമം തിരിച്ചടിക്കാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, സെർജിനോ ഡ്രോഗ്ബ. കിട്ടുള്ള നമുക്കങ്ങ് പെനാൽറ്റി ബോക്സിലൂടെ കടക്കാൻ പറ്റുള്ള അമ്മാരി ഡിഫൻസ്. ഞാൻ ഇതുവരെയായിട്ടും ആ പെനാൽറ്റി ബോക്സിലൂടെ കടന്നിട്ടില്ല. ഓക്കെ, സ്റ്റാറ്റ്സ് വേണമെങ്കിൽ 0 ഷോട്ടാണ്. അവന് 2 ഓൺ ടാർഗറ്റിങ്ങിനും ഉണ്ട്. ഓക്കെ, എൻ്റെ ചങ്ങാതി സെർജിനോ LMF ഇട്ടാണ് നമ്മുടെ പൊസിഷനിൽ പറ്റാത്തൊരു പ്ലെയറാണ്. എനിക്ക് LMF ആയിട്ട് CMF ഇട്ടേക്കാം. ഓക്കെ, അങ്ങനെയെങ്കിലും പറ്റും. ആളെ CMF കളിക്കും, AMF കളിക്കും, LMF കളിക്കും. അതെന്തായാലും ഉപകാരം. എനിക്ക് റൂമിനെ മാറ്റി മാർഡോണയെ ഇറക്കിയേക്കാം കുറച്ചുകൂടി എഫക്റ്റ് കിട്ടാൻ. ഓക്കെ, എന്തായാലും സെക്കൻഡ് സ്ട്രൈക്കർ നെയ്മറെ വെച്ച് മാർഡോണ AMF ആക്കാം. ഓക്കെ, നേരെ നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോകും. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് നമ്മൾ മാക്സിമം തിരിച്ചടിക്കാൻ തന്നെ നോക്കും. ഓക്കെ, ഇങ്ങോട്ട് വാങ്ങാതിരിക്കാനും നമ്മൾ നോക്കും. ഓക്കെ, മാക്സിമം ഫസ്റ്റ് തന്നെ മൂഞ്ചിയുണ്ട്. ഓക്കെ, വില്ലാറ്റ്. എൻ്റെ മോനെ റൂമെ അടിച്ച് എൻ്റെ മോനെ സേവ് കോട്ടുക. നമ്മൾ ഉപയോഗിക്കുന്നത് ബേസ് കൂട്ടി വേണ്ടോ, ഒരു പ്ലെയർ ഓഫ് ദി വീക്കോ ഒന്നുമല്ല, ബേസ് സാധാ കൂട്ടും. ഓക്കെ, മട്ടോൺ ഹെഡ് കളഞ്ഞുണ്ട്. ഓക്കെ, നെയ്മറിന് കിട്ടിയുണ്ട്. ഇനിയിപ്പോൾ ആർക്ക് കൊടുക്കും? ഡ്രോഗ്ബയാണ്, ഓടണമില്ല. ഓക്കെ, അതെന്തായാലും പോയിട്ടുണ്ട്. കന്നവാരോ ടു കക്ക. മെസ്സി അടിക്കുമോ? കേള് കിട്ട്. എന്തായാലും കയറിയില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും ഗോൾ കീപ്പർ ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കുക ആണെങ്കിൽ നിങ്ങൾ ബേസ് കോട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ആ ഒരു ഡിഫൻസീവ് ഗോൾ കീപ്പർ ആണെങ്കിലും. ഓക്കെ, ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് എനിക്കിഷ്ടവും. ഓക്കെ, നൈസാണ് കോട്ടുക. ഓക്കെ, എന്തായാലും സ്നൈഡർ കക്ക. നമുക്കിതുവരെ പന്ത് ഇട്ടിട്ടില്ല കേട്ടോ. സെക്കൻഡ് ഹാഫ് നമ്മളിതുവരെ പന്ത് തൊട്ടിട്ടില്ല. ഓക്കെ, ഡിസോൺ ടു മക്കലേലെ സ്നൈഡർ. എൻ്റെ മോനെ ഡബിൾ ഷോട്ട്. അതും സേവ്, പെട്ടെന്ന് സേവ്. ഓക്കെ, നമുക്ക് എന്തായാലും സബ് ഇറക്കിക്കാം. ഇനി സബ് ചെയ്യാണ്ട് ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. നമുക്ക് ഡ്രോഗ്ബനെ മാറ്റി നമുക്ക് ഫുൾ ഫോമിലുള്ള കാര്യങ്ങൾ ഇറക്കിയേക്കാം. നക്കാട്ടയും എംബാപ്പയാണ്. ഒക്കെ എംബാപ്പിനെ ഇറക്കാം. നക്കാട്ടനെ ഇപ്പോൾ ഇറക്കണില്ല. ഓക്കെ, 53 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മളൊരു സബ് ഇറക്കി. കാരണം നമുക്ക് പറ്റണില്ല. ഓക്കെ, നമ്മൾ ആ പെനാൽറ്റി ബോക്സിലോട്ട് ഇതുവരെ കടന്നിട്ടില്ല. ആകെ ഒരു ഷോട്ട് എടുത്തു. ആ ഷോട്ടും പോസ്റ്റിലോട്ട് നട്ടി. ഓക്കെ, ടോണി ക്ലിയർ ചെയ്തുകൊണ്ട് നെയ്മർ. ഓക്കെ, നെയ്മർ കിട്ടിയില്ല. മക്കലേലെ. ഓക്കെ, എംബാപ്പയ്ക്ക് നെയ്മർ കൊടുക്കാം. കിട്ടിയില്ല. ഓക്കെ, എടുത്തുകൊണ്ട്. ഓക്കെ, ആർക്ക് കൊടുക്കും? ഓക്കെ, സെർജിനോ. ഓക്കെ, കിട്ടിയില്ല. ഓക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അവർക്ക് കിട്ടി. നമുക്ക് കിട്ടി സെർജിനോ. വിഷയം. കാണ്ടെ ടു എംബാപ്പെ. അല്ല, മാർഡോണ. സെർജിനോ CMF ഇട്ടിട്ട് പെട കളി കളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, CMF ഇട്ട് അത്യാവശ്യം പന്തെടുക്കാനും വേണ്ടി അറ്റാക്കിങ് സഹായിക്കണമുണ്ട്. ഓക്കെ, കണ്ടാൽ മനസ്സിലാവും സെർജിനോ ഓട്ടം കണ്ടോ. അത്യാവശ്യം നമ്മൾ ഓടി കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെർജിനോ കിട്ടിയവരാണെങ്കിൽ LMF ഇട്ട് സമയം കളയാണ്ട് CMF ഇട്ട് കളിച്ചോ. ഓക്കെ, മെസ്സി. അടിച്ചടിച്ച് കിട്ടിയില്ല. നമുക്ക് കോസ്ട്രാ കട്ട് നേരെ വെച്ച് കൊടുക്കാം. ഓക്കെ, എംബാപ്പെ കിട്ടുമോ? നമുക്ക് പന്ത് കിട്ടണില്ല. എൻ്റെ പൊന്നളവേ. അഗൈൻ സെർജിനോ ടു എംബാപ്പെ ടു. ഓക്കെ, എംബാപ്പെ നല്ല റൺ എടുക്കണം. അടിക്കാൻ പറ്റുമോ നോക്കാം. ഇതും അടിച്ചില്ലെങ്കിൽ എംബാപ്പെ എനിക്കൊന്നും പറയാനില്ല.
പക്ഷേ എൻ്റെ മോനെ അതൊക്കെ ഇങ്ങനെ മിസ്സാക്കിയേ. പക്ഷേ അവൻ എന്തായാലും ഡിഫൻസ് ഇട്ട് നമ്മൾ അറ്റാക്കിങ് കിട്ടുന്നുണ്ട്. അതിങ്ങനെ മിസ്സാക്കി. എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. സെർജിനോ കിട്ടുന്നുണ്ട്. ഓക്കെ സെർജിനോ CMF ഇട്ട വിഷയം കളിയാണ്. ഓക്കെ നെയ്മർ സെർജിനോ ഓട്ടം കണ്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും മുതലായുണ്ട്. ഞാൻ ഫസ്റ്റ് ഹാഫ് LMF ഇട്ടാണ് കളിച്ചെങ്കിലും സെക്കൻഡ് ഹാഫ് CMF ഇട്ട് CMF അടിപൊളിയാണ് സെർജിനോ. ഒക്കെയാണ് ബസ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെയായിട്ട് നമുക്ക് പെനാൽറ്റി പോസ്റ്റിലോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെന്തായാലും ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എംബാപ്പെ സെർജിന് നല്ല ഓട്ടമാണ് കേട്ടോ അവിടെ കിടന്നത്. പക്ഷെ നമുക്ക് പന്ത് കൈ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. എൻ്റെ ഓക്കെ അത് കയറേണ്ടതാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എൻ്റെ അമ്മ അതും സേവ് കോട്ടുക വിഷയമായിട്ട് കോട്ടുകയുടെ ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഡിസോൺ ഇപ്പോൾ മെസ്സിനെ വെച്ച് കറക്കി അടിക്കാം. മറഡോണ എംബാപ്പെ ടു സെർജിനാണ് നല്ല ഓട്ടം ഉണ്ടാക്കുന്നത്. മറഡോണെ കൊടുത്താൽ സെർജിനോ പെനാൽറ്റി ബോക്സിലേക്ക് കടന്നുകൊണ്ട് സെർജിനോ മോനെ എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ മുതലായിട്ടുണ്ട്. സെർജിനോ നമുക്ക് അവന് ഗോൾ അടിച്ചു തന്നിട്ടുണ്ട്. ഹെഡർ ഗോള് ഞാൻ പറഞ്ഞില്ലേ LMF ഇട്ടിട്ട് പോകുന്നില്ല. അവന് CMF ഇട്ട് ഇപ്പോൾ നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ CMF ഇട്ട് കളിപ്പിച്ച് നോക്കാം. LMF അത്രയും പോരാന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും 86-ാം മിനിറ്റ് സെർജിനോ ഗോൾ അടിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ 1-1 നമുക്കത് മതി. ഡിവിഷൻ 2 ആണ്, നമുക്കത് മതി. ഈ സ്ക്വാഡിൽ ഉൾപ്പെടാൻ കാലത്ത് അവസാന പാളിയന് ജയിച്ചു വന്നു തോന്നണ്ട. ഫുൾ അറ്റാക്കിംഗ് ആണ്. മക്കളേലെ റൂമിയ മക്കളിലെ ഒക്കെ ഡെരുവില്ല. ഇനി ലാസ്റ്റ് വേണ്ടി കയറുമോ? പോസ്റ്റർ വില്ല മറഡോണ എടുക്കണം. മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മാച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആരും മാൻ ഓഫ് ദ മാച്ച് മിക്കവാറും കോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമ്മളൊരു ഒറ്റ ഷോട്ട് ഒറ്റ ഗോളും. കാരണം അവൻ്റെ സ്കോഡ് അത്രയും പൊളിയാണ്. അവൻ്റെ മെസ്സിയാണ് അവൻ്റെ ലയണൽ മെസ്സിയാണ് മാൻ ഓഫ് ദ മാച്ച്. നമ്മുടെ കോട്ടുവ സെർജിനോ 7.0, കോട്ടുവ 6.5 ഉള്ളൂ. കോട്ടുവാണ് സത്യം പറഞ്ഞാൽ മര്യാദക്ക് കളിച്ചത്. ഇപ്പോൾ റിയൽ മാഡ്രിഡ് കളി വരെയായി പോയി. കോട്ട് മാത്രം മര്യാദക്ക് കളിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തായാലും സെർജിനോ ഗോൾ അടിച്ചു തന്നിട്ട് നമുക്ക്. നമ്മൾ ഡിവിഷൻ 2 ആണ്. അപ്പോൾ എന്തായാലും സെർജിയോട് ഈ കളി നമ്മൾ എടുത്തെന്തായാലും മുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടിയവരാണെങ്കിൽ നിങ്ങളൊരു LMF കളിപ്പിക്കേണ്ട ഒരു CMF ഇട്ട് കളിപ്പിച്ച് നോക്കാം. എനിക്ക് CMF ഇട്ടാണ് എഫക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.